പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൻ്റെ പുതിയ നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ആൻറ്റിയമ്മ. ഇതിൻ്റെ ഭാഗമായി വീട്ടിലേക്ക് എത്തുന്ന മാനസയോട് ഞാനെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് മോളെ, ഇനിയാണ് നമ്മുടെ കളി. ഇത്രയും നേരം നടന്നതൊക്കെ മറന്നു കളയുക. ഇനിയുള്ള കളികളെല്ലാം നമ്മൾ കളിക്കുന്നത് വിജയിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. ഇതിൽ നമ്മൾ വിജയിക്കും. മോളൊന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് വരാം. ശരി ആൻറ്റി, ഞാൻ എന്തായാലും കൃഷിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് അവൾ. ഓടിച്ചെന്ന് ഇതേ തുടർന്ന് കൃഷിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതാകട്ടെ കൃഷിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. നീ എന്തായി കാണിക്കുന്നേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? മാറിപ്പോയേ, എനിക്ക് കിടന്നുറങ്ങണം. ആ നേരത്താണ് ശല്യം ചെയ്യുന്നത്. അല്ല കൃഷി, ഞാൻ കൃഷിനെ കാണാവുന്നതാ. അതിനെന്താ? നീ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കണമെന്നൊന്നുമില്ല. കാണാൻ വന്നവർ കണ്ടിട്ട് പോയാൽ മതി. വെറുതെ എന്തിനാ? ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയാകെ ചടച്ചു പോവുകയാണ്. പക്ഷെ കൺമണി അത് കാര്യമാക്കുന്നില്ല. ആൻറ്റിയമ്മ എന്തോ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ കാര്യം നടക്കുക തന്നെ വേണം. എന്നാൽ മാത്രമാണ് ഞാൻ വിചാരിച്ചതുപോലെ ഇനി കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ അവൾ. ഇതേസമയം ആൻറ്റിയമ്മ മുന്നിലേക്ക് വരികയാണ്. ഇതോടെ ആൻറ്റിയമ്മ, അല്ല സാഗറെ, ഇനിയും വെച്ച് താമസിപ്പിക്കണോ? ഇവരുടെ കല്യാണം അങ്ങ് നിശ്ചയിച്ചേക്കാം. ആ ഡേറ്റ് ഒന്ന് വേഗം ആയി കിട്ടിയാൽ പിന്നെ പേടിക്കണ്ടല്ലോ. ഇല്ലെങ്കിൽ ഇവരെന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച് അവസാനം നമുക്കത് പ്രശ്നമാകും. എന്താ, അത് ശരിയല്ലേ? ആൻറ്റിയമ്മ പറഞ്ഞത് ഒരു കണക്കിന് ശരിയൊക്കെ തന്നെയാ. ഇത് കേട്ട് കൃഷാകെ ഞെട്ടിപ്പോവുകയാണ്. എന്ത്? ആൻറ്റിയമ്മ ഇങ്ങനെ ചതിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. എന്തായാലും ഇതിനൊരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്ന് കൃഷ് ഉറപ്പിക്കുകയാണ്. പക്ഷേ ആൻറ്റിയമ്മയാരാ മോള്? ഇതിലും വലിയ നീക്കങ്ങളാണ് ആൻറ്റിയമ്മ പ്ലാൻ ചെയ്തത്. ഇതിന്റെ ഭാഗമായി ആൻറ്റിയമ്മ ഇതേ തുടർന്ന് എന്തായാലും കൃഷിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് കൊടുക്കാം. ഇവളുടെ കാര്യങ്ങളെല്ലാം ഇവളുടെ പപ്പ തീരുമാനിക്കട്ടെ. നമുക്കിനി അധികം ബാധ്യതയൊന്നും ഇല്ലല്ലോ. എന്തായാലും ഇവരുടെ വിവാഹം നടത്താം എന്ന് നമ്മളെല്ലാവരും തീരുമാനിച്ചതാ. ഇനിയും ഇങ്ങനെ വൈകിപ്പിച്ചിട്ട് എന്താണ് കാര്യം? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതോടെ കൃഷിന് ദേഷ്യം വരികയാണ്. അതിൻ്റെ ആവശ്യമുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ കാര്യം ഞാൻ ഇതുവരെ വേണ്ട വേണ്ട എന്ന് വെച്ചതാ. എന്തായാലും ഇനി അത് മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ കൃഷേ, നിനക്കെന്താ പറയാനുള്ളത്? എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. ഞാൻ വേറൊരു കുട്ടിയുമായി ഇഷ്ടത്തിലാണ്. ഇവൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി പല തന്ത്രങ്ങളും ഇറക്കും. സാഗറെ, അതൊന്നും കാര്യമാക്കേണ്ട. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തുകയായി. ഇനി ഒരു മാറ്റവും ഈ കാര്യത്തിൽ വേണ്ട. എന്താ? സാഗറിന് സമ്മതം നൽകാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനിടയിലാണ് ഭാഗ്യലക്ഷ്മി ചതി മനസ്സിലാക്കി ഒടുവിൽ പുതിയ നീക്കങ്ങളുമായി ഇപ്പോൾ ബലരാമനെ കാണാൻ ജയിലിലേക്ക് എത്തുന്നത്. ഇതോടെ പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.